നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് 5 വൈൽഡ് കാർഡ് എൻട്രീസും കയറിയിരിക്കുകയാണ്. സോ അവരാരൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഒന്നാമതായി കയറിയിരിക്കുന്നത് ജിഷിൻ മോഹനാണ്. ജിഷിൻ മോഹനെ വെൽക്കം ചെയ്യാനെത്തിയതോ ഷാനവാസ്. രണ്ടുപേരും സീരിയൽ ആക്ടേഴ്സാണ്. രണ്ടുപേരും വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് ഫേമസ് ആയിരിക്കുന്നത്. സോ രണ്ടുപേരും ഫ്രണ്ട്സായി തന്നെ ഇരിക്കെ രണ്ടുപേരുടെയും പ്ലാനുകൾ ഒരുപോലെ ആയിരിക്കുമോ? അതായത് രണ്ടുപേരും ഒന്നു ചേർന്നായിരിക്കുമോ കളിക്കുന്നത്? സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. സോ ഇവർ രണ്ടുപേരും വെച്ചിട്ട് ഒരു ബിഗ് ബോസ് എന്തോ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ആ ജിഷിൻ മോഹനെ വെൽക്കം ചെയ്യാൻ ഷാനവാസിനെ ഏൽപ്പിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ രണ്ടാമത്തെ വൈൽഡ് കാർഡ് എൻട്രിയെ വെൽക്കം ചെയ്യാനായി വന്നത് റേന ഫാത്തിമയാണ്. വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നത് മസ്താനിയാണ്. നമുക്കറിയാം ഇവർ രണ്ടുപേരും പുറത്ത് നല്ല ഫ്രണ്ട്സും കൂടിയാണ്. സോ മസ്താനിയുടെ ഫസ്റ്റ് ടാസ്ക് ആയിട്ട് ഇനി റേന ഫാത്തിമയെ നന്നാക്കാൻ വേണ്ടി ആയിരിക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. സോ മസ്താനിയെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ മസ്താനി ഒരു ഇൻ്റർവ്യൂവറാണ്, ഒരു ഇൻഫ്ലുവൻസറും കൂടിയാണ്. സോ മസ്താനി പുറത്തുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങൾ, അതായത് ഹോട്ടായി നിൽക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതുവരെ ഇൻ്റർവ്യൂവിനകത്ത് കൊണ്ടുവന്ന ഒരു ഭൂകമ്പം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. മസ്താനി ബിഗ് ബോസ് ഹൗസിന് മുക്കിലും മൂലയിലുള്ള പ്രശ്നങ്ങളിനകത്ത് ഇടപെടുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. മൂന്നാമത്തെ വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത് പ്രവീണാണ്. പ്രവീണെ സ്വീകരിക്കാൻ എത്തിയത് നമ്മുടെ സ്വന്തം അനീഷ്. സോ കോമണറായാണ് വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ പുള്ളിക്കാരൻ സ്വയമേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് താനൊരു ഇൻഫ്ലുവൻസറാണ്, മാർക്കറ്റിംഗ് മല്ലു എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തിക്കുന്ന ഒരാളാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ അതുകൊണ്ട് അറിയില്ല പുള്ളിക്കാരൻ ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗിലാണോ വന്നിരിക്കുന്നത് അതോ കോമണർ എന്നുള്ള ടാഗിലാണോ വന്നിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും അനീഷിനെ അവിടെ ഒരു സ്വീകരിക്കാൻ എത്തിച്ചത് കൊണ്ട് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത് അനീഷിനെ പോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഗെയിമറായി മാറാൻ ഒരു കാപ്പബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം മേ ബി പ്രവീൺ. സോ നാലാമത്തെ വൈൽഡ് കാർഡ് എൻട്രി സ്വീകരിക്കാൻ എത്തിയത് ആരെയാണ്? വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതോ സാബു മാൻ എന്ന് പറയുന്ന ഒരാളാണ്. സോ പുള്ളിക്കാരൻ ഒരു എൻ്റർടൈനറാണ്, പിന്നെ ഇൻഫ്ലുവൻസറാണ്, ഒരു ഡാൻസറും കൂടിയാണ്. സോ കാണാൻ ചന്തമൊക്കെ ഉള്ള സ്ഥിതിക്ക് തന്നെ ആരിനൊരു ടഫ് കോമ്പറ്റീഷൻ തന്നെയാണെന്നാണ് പ്രതീക്ഷപ്പെടുന്നത്. പുള്ളിയുടെ വോയിസ് ആണെങ്കിലും നല്ല സൂപ്പറാണ് കേൾക്കാനും. സോ നമുക്ക് കണ്ടു തന്നെ അറിയണം ആരിനുള്ളൊരു 8ൻ്റെ പണിയായിട്ടാണോ സാബു മാൻ വന്നിരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ലാസ്റ്റ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നത് വേദ ലക്ഷ്മി എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ആണ്. പുള്ളിക്കാരത്തി ഒരു ആർക്കിടെക്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ പുള്ളിക്കാരത്തി ഏതോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. സിനിമ ഈ പറയുന്ന പോലെ തിരുവോണത്തിന് റിലീസാണെന്നും പറയുന്നുണ്ട്. സോ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷേ എന്തു തന്നെയാണെങ്കിലും പുള്ളിക്കാരത്തെ സ്വീകരിക്കാൻ എത്തിയത് നമ്മുടെ നെവിനായിരുന്നു. നെവിനെ ബിഗ് ബോസ് ചൂസ് ചെയ്യുകയല്ലായിരുന്നു. പകരം ആർക്ക് വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞപ്പോൾ നെവിൻ ഓടിച്ചെന്ന് പോവുമായിരുന്നു സ്വീകരിക്കാൻ വേണ്ടി. എന്തു തന്നെയാണെങ്കിലും ലക്ഷ്മി ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ടായിരിക്കാം കളിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. സോ ഇത്രയും പേരാണ് ബിഗ് ബോസിൽ, അതായത് ഈ 5 കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഈ വീക്ക് കയറിയിരിക്കുന്നത്. സോ ഇവരാരാണ് മെയിനായിട്ട് ഉള്ളൊരു ഗെയിം ചേഞ്ചർ, ഇവരെല്ലാവരും ഗെയിം ചേഞ്ചറായിട്ട് മാറുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണാം.